എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാം കൺമശി വേണമെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. ഫോണ് തുറന്ന് നോക്കാൻ പറ്റില്ല. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനവിടെ വെക്കുമ്പോ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു. എനിക്ക് പറ്റില്ല. ആൾക്കാർ എന്നെ എന്റെ പൊന്നോ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കണം. ലൈഫിൽ ഞാൻ ഇങ്ങനെ പോയിട്ടില്ല എയറില്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മണവാളൻ എന്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയാക്ഷൻ വീഡിയോ കാണുന്ന വെച്ചാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിന് റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത്. ഫുള്ള് അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എനിക്കത് അറിയണമെന്നില്ല. ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. പേഴ്സണലായിട്ട് ആളെ മണവാളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കുണ്ണ അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് ഇത് കൺമേശി വേണമെന്നൊക്കെ എന്നെ വിളിക്കണം. ഞാൻ കൺമേശി ഇടാറില്ല. കൺമേശി ഞാൻ ഇടാറില്ല. പിന്നെ ഇത് വെച്ചാൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറില്. അത് ഞാൻ രാജരാജ കമ്മത്ത് ദേവരാജ കമ്മത്തിന് ചെയ്തതാ. പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കയറി വന്നു. നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ അവിടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊരു ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല. അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് ഗെയിമിംഗ് എന്താണെന്ന് ഞാൻ അറിയില്ല.